إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين. ഏറ്റവും ആദരവും പ്രിയവുമുള്ള വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ തഖ്വയുള്ളവരായിരിക്കണമേ എന്ന വസിയ്യത്ത് എന്നെ മറക്കാതെ നിങ്ങളെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തഖീകളായി ജീവിച്ചു മരിക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കേരളീയരായ നാം കേട്ടുകൊണ്ടിരിക്കുന്നത് അത്ര സുഖകരമായ ശുഭകരമായ വാർത്തകളല്ല. കേൾക്കരുത് എന്ന് ആഗ്രഹിക്കുമ്പോൾ അതിനേക്കാൾ ഞെട്ടൽ ഉളവാക്കുന്ന ഭീതിതമാകുന്ന വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ടാണ് കൗമാരവും യൗവനവുമൊക്കെ കാലം കഴിച്ചു കൂട്ടുന്നതും. പലതിൻ്റെയും ഓമന പേരുകൾ ലഹരിക്ക് അടിമപ്പെട്ടു എന്നാണ്. ലഹരിക്ക് അടിമപ്പെടുന്നവർ ഉമ്മ പ്രസവിക്കുമ്പോൾ തന്നെ ഉമ്മ കഴിച്ച മദ്യത്തിന്റെയോ പിതാവ് കഴിച്ച മദ്യത്തിന്റെയോ ലഹരിയുടെ ആൽക്കഹോളിന്റെ അംശം, ഷുഗർ, പ്രഷർ പോലെയുള്ളത് ജനിതകമായി പകർന്നു കിട്ടിയതല്ല. പിന്നെ എവിടുന്ന് കിട്ടി? ഈ ജീവിതയാത്രയിൽ ഇടവേളകളിൽ നിന്ന് എവിടെ നിന്നാണ് അവർക്കത് കരസ്ഥമാക്കാനുള്ള സാഹചര്യമുണ്ടായത്? നാം കേൾക്കുകയുണ്ടായി അത്തരം ഒരു മകൻ തന്റെ ഉമ്മയെ നിഷ്കരുണം വെട്ടിക്കുന്നു എന്നുള്ളത്. തന്റെ കയ്യിലുള്ള മൊബൈൽ ഫോൺ സ്കൂളിന്റെ PTA മീറ്റിംഗിന്റെ തീരുമാനപ്രകാരം ഉപയോഗിക്കാൻ പാടില്ല എന്നറിഞ്ഞിട്ടും ഒരു +1 വിദ്യാർത്ഥി അതുമായി തന്റെ കലാശാലയിലെത്തിയപ്പോൾ ഒരു സുരക്ഷിതത്വം എന്നുള്ളതിന് വേണ്ടി പ്രിൻസിപ്പൽ അത് പിടിച്ചു വാങ്ങി മേശപ്പുറത്ത് വെച്ച് കിട്ടാതെയായപ്പോൾ താൻ ഇരിക്കുന്ന റൂമിൽ CCTV ഉണ്ട് എന്നും അത് റെക്കോർഡിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നും മനസ്സിലാക്കിയിട്ടും അതിലേക്ക് തിരിഞ്ഞും തന്റെ മുൻപിലിരിക്കുന്ന അധ്യാപകന്റെ നേരെ വിരൽ ചൂണ്ടിയും പറഞ്ഞത് കേരളത്തിലെ ഞാനും നിങ്ങളും ഒക്കെ കേട്ട കാര്യങ്ങളാണ്.
ഹൗസ് സർജൻസി കഴിഞ്ഞ് 15 ദിവസം മാത്രം ബാക്കി എന്റെ പുറത്തേക്ക് ഇറങ്ങാൻ. ആര്? MBBS കഴിഞ്ഞ് ഡോക്ടർമാരായി വൈദ്യശാസ്ത്ര രംഗത്ത് തന്റെ മുൻപിൽ വന്നിരിക്കുന്ന രോഗിയുടെ ജീവൻ രക്ഷപ്പെടുത്താൻ മരുന്ന് നിർദ്ദേശിച്ച് രോഗം മാറ്റേണ്ടുന്ന വിദ്യാഭ്യാസം കഴിഞ്ഞ് ഇനി 15 ദിവസം മാത്രം കഴിഞ്ഞാൽ അയാൾ ഏതെങ്കിലും ഒരു സ്വകാര്യ ക്ലിനിക്കിലോ അതല്ലെങ്കിൽ ഗവൺമെന്റ് തലത്തിൽ യോഗ്യത നേടിയൊക്കെ വന്നാൽ ഒരു ഡോക്ടർ എന്ന പദവിയിലിരിക്കേണ്ടുന്ന ഏകദേശം 35ഓളം പേരെയാണ് നാർക്കോട്ടിക്സിൽ പിടികൂടിയപ്പോൾ അതിൽ ബഹുഭൂരിഭാഗം ആളുകളും 5 വർഷത്തിൽ അധികം ലഹരിക്ക് അടിമപ്പെടുന്ന ആളുകളാണ്. ബീഡിയും സിഗരറ്റും കഞ്ചാവും ഒന്നുമല്ലാത്തൊരു ലോകത്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കടലാസിന്റെ കഷ്ണം ചുരുട്ടി വലിച്ചു എന്ന് 8 കിലോമീറ്റർ അപ്പുറത്തുള്ള ആരെങ്കിലും ഒരാൾ തന്റെ പിതാവിന്റെയോ കുടുംബത്തിന്റെയോ കാതിലെത്തിച്ചാൽ വീടിന്റെ തൂണിൽ പനയുടെ തണ്ട് പൊളിച്ചു കിട്ടുന്ന ഒരു സാധനമുണ്ട്, അല്ലെങ്കിൽ തെങ്ങിന്റെ തണ്ട് പൊളിച്ചു കിട്ടുന്ന ഒരു സാധനം, അതുകൊണ്ട് കെട്ടിയിട്ടിട്ട് മുടുങ്കോട് കൊണ്ട് തല്ലുകൊണ്ടവർ നമ്മളിലൊക്കെ പലരും ഉണ്ടാവും. ഇന്നങ്ങനത്തെ ഒരു കാലോ കയറോ കാതോ കണ്ണോ ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇതൊക്കെ ഏതെങ്കിലും വിവരമില്ലാത്തവർ, വിദ്യാഭ്യാസമില്ലാത്തവർ, അറിവില്ലാത്തവർ, കഴിവില്ലാത്തവർ, പഠിപ്പില്ലാത്തവർ ചെയ്തു എന്നൊന്നും പറയാൻ കഴിയില്ല. യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരാളെ വിഷം ചേർത്തി കൊന്നെടുക്കാൻ പറ്റുക എന്ന് മനസ്സിലാക്കി കൊന്നു തള്ളിയതിനു ശേഷം വിധി വന്നു പുറത്തെത്തിയപ്പോ പ്രതിഭാഗത്ത് നിൽക്കുന്ന വക്കീൽ പറഞ്ഞത് അവളെ തൂക്കുമരത്തിന്റെ കയറിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി പറഞ്ഞ 2 പോയിന്റിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന്, അവൾ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവളാണ്, പ്രായം കുറഞ്ഞവളാണ്. അതൊരു മാനുഷികമായ പരിഗണനയായിരിക്കും ഒരു പക്ഷേ. അതിനെ നെഗറ്റീവായും പോസിറ്റീവായും ചിന്തിക്കുന്നവരുണ്ട്. ഞാൻ പറഞ്ഞത് വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ടായിട്ടും ഒരു സമൂഹം ഇന്ന് കാട്ടുതീയിനേക്കാൾ വേഗതയിലും അപകട ശക്തിയിലും വളരെ കൃത്യമായി അധാർമികമായ രംഗത്ത് തഴച്ചും മുഴച്ചും വളരുന്ന കാഴ്ചയാണെന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. പഠിപ്പുണ്ടായിട്ടും ധാർമ്മികമായ അവബോധത്തിന്റെ അടിത്തറ ഇളക്കുന്ന ഇളം തലമുറകളാണ് ഇന്ന് വളർന്നു വരുന്നത്. നാം പരിതപിക്കുകയും സഹതപിക്കുകയും ആശങ്കപ്പെടുകയും ഒക്കെ ചെയ്ത് ഇന്നത്തെ ദിവസം പത്രം മടക്കി വെച്ചാൽ, സോഷ്യൽ മീഡിയ എടുത്തു വെച്ചാൽ നാളെ നാം കേൾക്കുന്നതും കാണുന്നതും പുതിയ തരത്തിലുള്ള മറ്റൊരു വൈകൃതമായിരിക്കും എന്നുള്ളതാണ്. മൂലകാരണങ്ങൾ കണ്ടെത്തി ആ രൂപത്തിലേക്ക് വരാതിരിക്കാനുള്ള തടയിടുക എന്ന പ്രതിരോധ മാർഗമാണ് ബാക്കിയുള്ള ആളുകളായി നമുക്ക് ചെയ്യാനുള്ളത്. അതിൽ രക്ഷിതാക്കൾ വലിയ പങ്കുണ്ട്, സമൂഹത്തിന് വലിയ പങ്കുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം ഉദ്ബോധനങ്ങൾ കേൾക്കുന്ന മുസ്ലിം സമൂഹത്തിലെ മെമ്പറുകൾക്ക് വലിയ സ്വാധീനമുണ്ട്. അതൊന്നും കഴുകിക്കളയാൻ പറ്റാത്ത വിധം അനിഷേധ്യമാകുന്ന രൂപത്തിൽ ഇന്ന് നമ്മുടെ മുൻപിൽ ജ്വലിച്ചു നിൽക്കുകയാണ്. തന്റെ ബാധ്യത തീർന്നു. ഇപ്പോ 5ാം ക്ലാസ്സിലെ മദ്രസ പഠനവും 10ാം ക്ലാസ്സിലെ സ്കൂൾ വിദ്യാഭ്യാസവും കഴിഞ്ഞാൽ തന്റെ ബാധ്യത തീർന്നു എന്ന് മനസ്സിലാക്കുന്ന രക്ഷിതാക്കളാണ് ബഹുഭൂരിഭാഗം ആളുകളും. 18 വയസ്സാകാൻ വേണ്ടി കാത്തിരിക്കുന്ന ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളുമാണ് നമ്മുടെ ചുറ്റുഭാഗത്തുള്ളത്. എന്തിനാ? പലതിനുമാകാം. അതിൽ ഒന്ന് ലൈസൻസ് എടുക്കാനാണ്. എന്തിന്റെ ലൈസൻസാ? എല്ലാത്തിന്റെയും ലൈസൻസ് ഒറ്റക്കെടുക്കുക. 2 വീലറിന്റെ മുതൽ 4 വീലറിന്റെ മുതൽ മാത്രമല്ലേ പറഞ്ഞത്, അത് വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടുന്ന ലൈസൻസാ അല്ല, സകലമായ തോന്നിയാസങ്ങൾക്കുമുള്ള ലൈസൻസ്. ആരും ചോദിക്കാനില്ല, ആരും പറയാനില്ല, എന്തുമാകാം എന്നുള്ള അവസ്ഥ. +2 പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഏറ്റവും വലിയ അപകടകാരികളായിട്ട് മാറുകയാണ്. ബാല്യത്തിൽ കിട്ടാത്ത സ്വാതന്ത്ര്യം യൗവനത്തിലെത്തുമ്പോഴുള്ള കാർക്കശ്യവും ഇതിന്റെ ഇടയിലെ മിഡിൽ ക്ലാസ്സുകളായി മാറുന്ന കൗമാരക്കാർ
തങ്ങൾക്ക് കിട്ടുന്ന അർദ്ധാവസരങ്ങൾ പൂർണ്ണാവസരങ്ങളായി ഉപയോഗപ്പെടുത്തുന്നു ആണും പെണ്ണും. ഇവിടെയാണ് സമൂഹത്തിൽ ഞാനും നിങ്ങളും അടങ്ങുന്ന ഓരോ വ്യക്തിയും ധാർമ്മികത നഷ്ടപ്പെട്ടു പോയി, സദാചാരം വീണൊടിഞ്ഞു പോയി, സാൻമാർഗികമായി ഇനി മുന്നോട്ടില്ല എന്ന് പറയലല്ല, മറിച്ച് നഷ്ടപ്പെട്ടു പോയ ധാർമ്മികത വീണ്ടെടുക്കുവാൻ, അത് നിലനിർത്തുവാൻ, നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഇനി അങ്ങനെ ഒരാൾ പോലും ഇല്ലാതെയിരിക്കുവാൻ, ചെയ്തുപോയ അബദ്ധങ്ങളിൽ ചെയ്തുപോയവർക്ക് കുറ്റബോധമുണ്ടാകാനും തിരിച്ചു വരാനുമുള്ള അവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള വളരെ ശ്രമകരമായ ബോധവൽക്കരണങ്ങൾ നടത്തിയേ തീരൂ. അന്യ സംസ്ഥാനങ്ങളിൽ, കേരളത്തിൽ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് എല്ലാ വിഷയത്തിലും A+ കിട്ടിയവർക്ക് പോലും പഠിക്കാൻ പറ്റുന്ന അവസ്ഥയിൽ ഇന്ന് കാലികമായിട്ട് സാമൂഹികമായ സംവിധാനങ്ങൾ അപജയപ്പെടുന്നു, അല്ലെങ്കിൽ അപര്യാപ്തമാണ്. അതായത് കൂടുതൽ ശരി, അപര്യാപ്തമാണ്. എല്ലാവർക്കും സീറ്റ് കൊടുക്കാൻ ഇന്നത്തെ വിദ്യാഭ്യാസ രംഗത്ത് നമുക്കുള്ള കലാശാലകൾ അപര്യാപ്തമാണ്. ഒരു നിസ്തർക്കമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഇവിടെ സീറ്റ് കിട്ടാത്തവർ, ലഭ്യമാകാത്ത ആളുകൾ, ഇനി അതിന് യോഗ്യതയില്ലാത്തവർ, അതാണ് മെയിൻ പ്രശ്നം. ഇവിടെ ഉണ്ടായിട്ടും മറ്റ് പാരൽ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താനും കഴിയാത്തവർ, മാർക്ക് കുറഞ്ഞവർ, 2ഓ 3ഓ A+ കിട്ടി ബാക്കിയുള്ളത് മുഴുവൻ അതിന് താഴെയാകുന്ന ആളുകൾ തന്റെ പിതാവിന്റെ അരപ്പട്ടയിലുള്ള കാശ് മുടക്കിയിട്ട് ബാംഗ്ലൂരിലോ മൈസൂരിലോ മറ്റെവിടെയെങ്കിലൊക്കെ വിദ്യാഭ്യാസത്തിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുമ്പോൾ രക്ഷിതാക്കൾ വിചാരിക്കുക അതന്നെയാണ് ശരി. ഇത് ശരിയാണോ? ശരിയാണെന്ന് സമ്മതിക്കുന്നവരുണ്ടാകാം. ഏത് ബസ്സിലാണ് അവർ യാത്ര ചെയ്യുന്നത്? എപ്പോഴാണ് അവരുടെ കോളേജ് ക്യാമ്പസിൽ നിന്ന് അവർ വീട്ടിൽ വരുന്നത്? എന്നാണ് അവർ തിരിച്ച് കോളേജ് ക്യാമ്പസിൽ ചെല്ലുന്നത്? ആ കോളേജ് ക്യാമ്പസിൽ ആരൊക്കെയായിട്ടാണ് ബന്ധമുള്ളത്? കോളേജ് ക്യാമ്പസിന്റെ ചുറ്റുഭാഗത്തുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതൊന്നും മനസ്സിലാക്കാതെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി വിദ്യാഭ്യസിപ്പിക്കുന്ന ആളുകൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, അതോടുകൂടി ആ ആണും പെണ്ണുമായ മക്കൾ കണ്ണിൽ നിന്നും കയ്യിൽ നിന്നും വിട്ടുപോയി എന്നുള്ളതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്തനുസരിച്ച് ജീവിക്കുന്നവരാണ് നമ്മൾ. അതിങ്ങനെ ദുൽഹജ്ജ മാസം വരുമ്പോ ഏകദേശം 1ഉം 2ഉം ഒക്കെ തീരുമാനിക്കപ്പെട്ടാൽ 8ന്റെയും 9ന്റെയും ഇടയിൽ എവിടെയെങ്കിലും ഒരു പോത്തുംകുട്ടിയോ കാളക്കുട്ടിയോ നോക്കുന്നതിൽ മാത്രം അവസാനിപ്പിക്കരുത്. മറിച്ച് വളരെ കൃത്യമായ ആ ചര്യകൾ ഉൾപ്പെടുന്ന നമുക്കതിൽ വലിയ ചില മാതൃകകളുണ്ട്. 2 കാര്യങ്ങൾ മാത്രം ഈ സമയത്ത് ഉറപ്പെടുത്താൻ ഉദ്ദേശിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിലെ 14ാം അധ്യായം ആർക്ക് വേണ്ടിയാണെന്നറിയോ? ഞാൻ നേരത്തെ പറഞ്ഞ അന്യ സംസ്ഥാനങ്ങളിലും ഇതര സ്റ്റേറ്റുകളിലും അതുപോലെ തന്നെ ഇന്ത്യയുടെ പുറത്തുമൊക്കെ വിദ്യാഭ്യാസം ചെയ്യാൻ തന്റെ മക്കൾ പഠിക്കുന്നുണ്ട് എന്ന് സമാശ്വസിക്കാൻ വേണ്ടി തനിക്ക് കിട്ടിയ വിയർപ്പിന്റെ അംശങ്ങൾ മുഴുവൻ അവർ ചോദിക്കുമ്പോൾ എടുത്തുകൊടുത്ത് അവസാനം അവരുടെ വെട്ടും കുത്തും ചവിട്ടും തിറ്റും ചീത്തവിളിയും തെറിവിളിയും കേട്ട് വീടുകളുടെ ചുമരുകൾക്കുള്ളിൽ മാത്രം കഴിഞ്ഞുകൊടുത്ത മാതാപിതാക്കൾ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ പഠിപ്പിക്കുന്ന ഒരു മാതൃകയുണ്ട്. 14ാമത്തെ അധ്യായം 40ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുക, റബ്ബി ജഅൽനി മുഖീമസ്സലാഹ് വമിൻ ദുർരിയ്യതി റബ്ബനാ തഖബ്ബൽ ദുആ. 2 കാര്യങ്ങളാണ് അതിലുള്ളത്. ഒന്ന്, റബ്ബി ജഅൽനി മുഖീമസ്സലാഹ്, അല്ലാഹുവേ എന്നെ നിസ്കാരം നിലനിർത്തുന്നവരാക്കണമേ. 6ൽ നിന്ന് മുറിച്ചതാണ് 3 നമ്മൾ പറയില്ലേ? അങ്ങനെ തന്നെയാണ് ഏകദേശമൊക്കെ. ആരെ കുറ്റം പറയും? വളർത്തു ദോഷം, തിന്നാൻ കൊടുത്തവന്റെ ദോഷം ന്യായമായും അങ്ങനെ തന്നെയാണ്. ഒരു ചെടിയും പയറും വിത്തുമൊക്കെ അത് മുളച്ചുണ്ടായി കഴിഞ്ഞാൽ അത് കവിഴ്ത്താടാൻ സമയത്ത് ഒരു ഞെടി കുത്താൻ ആ കർഷകൻ മറന്നാൽ കിട്ടുന്നത് എവിടെയാണ്? അവിടെ പിടിച്ചു കയറും ആ ചെടി. അവിടെ ഞെടിയായി മാറണം, വടിയായി മാറണം. കൃത്യമായി വളരാനുള്ള വെള്ളവും വളവും നൽകുന്നുവെങ്കിൽ അതിന് പിടിച്ചു പറ്റാനുള്ള സാധ്യതകൾ വീട്ടിൽ നൽകണം. അതിൽ ഒന്നാമത്തേത് നിസ്കാരമാണ്. ബാക്കിയെല്ലാം ഉഷാറാണ്. അച്ചടക്കമല്ലേ ഉണ്ട്, സംസ്കാരമല്ലേ ഉണ്ട്, ഏർപ്പെടുന്നവർക്കൊക്കെ ഡീസന്റ് അല്ലേ ആണ്. മകൻ നിസ്കരിക്കോ? രക്ഷിതാക്കളായി ഞാനും നിങ്ങൾ മനസ്സിലാക്കണം, എന്റെ മകൻ എന്റെ വീടിന്റെ റൂമിലേക്ക് കയറിയാൽ, അവന്റെ റൂമിലേക്ക് പ്രവേശിച്ചാൽ, വീടിന്റെ ടവർ ബോൾട്ട് ഇട്ടാൽ, നാളെ 10 മണിക്ക് രാവിലെ ചായ കുടിക്കാൻ പോയി ബെല്ലടിച്ചാലല്ലാതെ മുട്ടി വിളിച്ചാലല്ലാതെ വരുന്നില്ല എങ്കിൽ അവൻ ആ കയറിയിരുന്നതിൽ ഇറങ്ങുന്നത് വരെയുള്ള സമയം എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? അതിനിടയിലുള്ള വക്തുകൾ കൃത്യമായി നിസ്കരിക്കുന്നുണ്ടോ? വീടുകളിൽ അവനവന്റെ മാതാപിതാക്കളെ കണ്ടുകൊണ്ട് മക്കൾ വളരുന്നുവെങ്കിൽ മാതാപിതാക്കൾ രക്ഷിതാക്കൾ എന്ന രൂപത്തിൽ അവർ തങ്ങളുടെ മക്കൾക്ക് നൽകുന്ന രക്ഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാ? ഭക്ഷണമാണോ? വിദ്യാഭ്യാസമാണോ? വസ്ത്രമാണോ?
സാമ്പത്തികമാണോ? അല്ല, സംസ്കാരമാണ്. അദബുൻ ഹസൻ. അത് നൽകാത്തവർ പല ആൾക്കാരും നമ്മള് അരമുറുക്കി പണിയെടുത്ത് അന്യന്റെ വീട്ടിലെ പാത്രം കഴുകിയാണ് വളർത്തിയുണ്ടാക്കുന്നത് എന്ന് പറയുമ്പോ ആ മക്കൾ ഒരു വേള പോലും തന്റെ ഉമ്മ നിസ്കരിക്കുന്നത് കണ്ടിട്ടുണ്ടാവില്ല. 18 വയസ്സിൽ മീശ കറുപ്പിച്ചത് മുതൽ ഗൾഫിൽ പോയി തുടങ്ങിയ ഞാൻ ഏകദേശം 60 വയസ്സ് വരെ ഗൾഫിൽ ജോലി ചെയ്ത് മക്കളുടെ അടുത്തേക്ക് തിരിച്ചു വരുമ്പോ ആ പിതാവ് ഒരിക്കൽ പോലും നിസ്കരിക്കുന്നത് കാണാൻ മക്കൾക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ടാവില്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അരികെ ഒരു കുഞ്ഞിനെയുമായിട്ട് വരികയാണ് മാതാപിതാക്കൾ. ഇവൻ ഇന്ന് പറഞ്ഞതുപോലെ ന്യൂജനിൽ പെട്ടതാ, പറഞ്ഞത് കേൾക്കുന്നില്ല, അനുസരണമില്ല, കച്ചറയാണ്, വീട്ടിൽ ശബ്ദമുണ്ടാക്കുന്നു, മാതാപിതാക്കളെ അകാരണമായി ഷൗട്ട് ചെയ്യുന്നു, അവരെ ശകാരിക്കുന്നു, തല്ലാൻ പോകുന്നു, കൊല്ലാൻ ചെല്ലുന്നു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ഒരുപാട് ഉപദേശം നൽകി. മാതാപിതാക്കളോട് കാണിക്കേണ്ട റെസ്പെക്ടിനെ സംബന്ധിച്ച് പറഞ്ഞു, ഉഫിൻ ചെയ്യുന്നു പോലും പറയാൻ പാടില്ല മോനെ. മാതാവിന്റെ കണ്ണിന്റെ കോല് നനഞ്ഞാൽ നിനക്ക് നാളെ സ്വർഗം കിട്ടൂല മോനെ. ഉപ്പാന്റെയും ഉമ്മാന്റെയും ഹൃദയം പടഞ്ഞാൽ അള്ളാഹുവിന്റെ ശാപമുണ്ടാകും മോനെ എന്നിങ്ങനെ ഒരുപാട് ഉപദേശങ്ങൾ. ആ കുട്ടിയുടെ മനസ്സലിഞ്ഞു, കണ്ണു നിറഞ്ഞു. അവിടുന്ന് ഇറങ്ങിപ്പോകുന്ന സമയത്ത് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ഞാൻ ഇത് നന്നായിക്കോളാം, ഞാൻ കാരണമായിട്ട് എന്റെ വീട്ടിൽ സമാധാനക്കേടുണ്ടാവില്ല. കഞ്ഞിയും ചമ്മന്തിയുമാണ് കുടിക്കുന്നതെങ്കിൽ പോലും മാതാപിതാക്കൾ തൃപ്തരായിരിക്കും എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇറങ്ങിപ്പോകുമ്പോ ആ കുഞ്ഞിനൊരു സംശയം ഉണ്ടായി. ഇത്രേ തിരിഞ്ഞു വന്നിട്ട് ചോദിച്ചു, യാ അമീറുൽ മുഅ്മിനീൻ, ഇതൊക്കെ നിങ്ങൾ പറഞ്ഞല്ലോ, ഇനി മാതാപിതാക്കൾ എന്ന നിലയ്ക്ക് എന്നോട് കാണിക്കേണ്ട മര്യാദ എന്തൊക്കെയാണ്? അവിടെ അദ്ദേഹം പറഞ്ഞു, ഒന്നുണ്ട്, നല്ല പേരിടുക, നല്ല സംസ്കാരം നൽകുക, പിതാവിൽ നിന്ന് പിന്നെ ഖുർആൻ പഠിക്കുക, നല്ല ഉമ്മയെ സമ്മാനിക്കുക. ആർക്ക്? ഇന്ന് കാണുന്ന ഭൗതികമായ ലോകത്ത് ഒരു പെണ്ണിനെ കാണാൻ ഒരാൾ ചെല്ലുമ്പോ അയാൾക്ക് ഇഷ്ടപ്പെട്ടതാണ് അല്ല, എങ്ങാനും അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും എന്റെ ഭാര്യയ്ക്കും ഒരു സന്താനത്തെ നൽകുന്നുവെങ്കിൽ ആ സന്താനത്തിന് നൽകാൻ പറ്റുന്ന നല്ല ഉമ്മയായിരിക്കണം ഞാൻ കാണാൻ പോകുന്നത് എന്നൊരു ഒരു നിശ്ചയം, ദൃഢനിശ്ചയം, അല്ലെങ്കിൽ ഒരു ദീർഘഭൂഷണം അവിടെ ഉണ്ടാവണം. അതിന്റെ ഉപ്പയിൽ നിന്നും ഉണ്ടായിട്ടില്ല, നല്ല പേര് എനിക്ക് കിട്ടിട്ടില്ല, ഉപ്പാന്റെ തൊള്ളിയിൽ നിന്ന് ഒരു ഹർഫ് പോലും ഞാൻ ഇന്നുവരെ കേട്ടിട്ടില്ല ഖുർആന്റെ വചനമായിട്ടില്ല. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിസ്കാരം എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളിൽ നിന്ന് കാണേണ്ടതുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത്, റബ്ബി ജഅൽനി മുഖീമസ്സലാഹ്, അല്ലാഹുവേ നിസ്കാരം നിലനിർത്തുന്നവൻ എന്നെ ആക്കണമേ, വമിൻ ദുർരിയ്യതി, എന്റെ മക്കളിൽ നിന്നും നല്ല ഹോസ്റ്റല്, നല്ല ബോർഡിംഗ്, നല്ല വിദ്യാഭ്യാസം, പുറത്തിറങ്ങുന്നവൻ ഇറങ്ങുന്നതിന് മുമ്പേ പ്ലേസ്മെന്റും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ആ പിതാവും മാതാവും ശ്രദ്ധിക്കേണ്ടത് അതിന്റെ തൊട്ടടുത്ത് എവിടെയെങ്കിലും ബാങ്ക് വിളിച്ചാൽ പോയി നിസ്കരിക്കാൻ പറ്റുന്ന പള്ളിയുണ്ടോ? 10ാം ക്ലാസ് വരെ മദ്രസയിൽ നിന്ന് പഠിച്ച ആ പാഠങ്ങൾക്ക് ഒരു ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്ന സാംസ്കാരികമായ നിലയം ചുറ്റുപാടത്ത് എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. പല ആളുകളും പരാജയപ്പെടുന്നത് അവിടെയാണ്. അതുകൊണ്ട് തന്നെ വീടെന്ന് പറഞ്ഞാൽ കേവലം ഒരു റെസ്റ്റോറന്റ് മാത്രമായി മക്കൾ കാണുന്നു, ഒരു ലോണ്ടറി ക്ലിനിക് മാത്രമായിട്ട് കാണുക. തന്റെ വിഴുപ്പുകൾ മുഴുവൻ എടുത്തിട്ട് കഴിഞ്ഞാൽ അതാ വാഷിംഗ് മെഷീനിലിട്ട് തിരുമ്പി തരുന്നത് പോലെ വീട്ടിലൊരു പാചകത്തിന് ഒരു പറ്റുന്ന പാചകക്കാരിയും ഒരു വാഷിംഗ് മെഷീനുമാകുന്ന ഉമ്മയെ കാണുന്നു. ഉപ്പയെ സംബന്ധിച്ചിടത്തോളം ചോദിക്കുമ്പോൾ ഞെക്കിയാൽ വാ തുറന്ന് കാശ് കിട്ടുന്ന ATM-നെ പോലൊരു മെഷീൻ മാത്രമായി അതപ്പതിപ്പിക്കുന്നു. മാത്രവുമല്ല, വീട് വിട്ടാൽ മറ്റൊരു വീട് എവിടെയാണെന്നുള്ള പരിശോധിക്കാൻ പോലും മറന്നുപോകുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ പ്രാർത്ഥനാ ശകലത്തിൽ ഇങ്ങനെ കാണാൻ പറ്റും, റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈറ ദീ സറഇൻ, അല്ലാഹുവേ ഞാൻ എൻ്റെ മകനെയും അവന്റെ ഉമ്മയെയും താമസിപ്പിച്ച ഈ പ്രദേശത്ത് ഒരു സാധ്യതയും വികസനത്തിനില്ല, ഒരു സാധ്യതയും കാർഷികമായ മേഖലകളിൽ അന്നില്ല. പക്ഷെ ഒന്നുണ്ട്, ഇൻദ ബൈതികൽ മുഹറം, ഇൻദ ബൈതികൽ മുഹറം, നിന്റെ പരിപാവനമായ ഹറമിന്റെ ചുറ്റുഭാഗത്താണ് ഞാൻ താമസിപ്പിക്കുന്നത് എന്ന ഒരു കോൺഫിഡൻസ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിക്ക് ഉണ്ടായിരുന്നു. അത് നമ്മുടെ രക്ഷിതാക്കൾക്ക് ഇല്ലാതെ പോകുന്നു. എവിടെയെങ്കിലുമൊക്കെ പഠിച്ചാൽ മതി, എവിടെയെങ്കിലും സീറ്റ് കിട്ടിയാൽ മതി, അങ്ങനെ കാശ് എത്ര വേണമെങ്കിലും കൊടുക്കുക, എവിടെയെങ്കിലും സീറ്റ് കിട്ടിയാൽ മതി. എവിടെയെങ്കിലും അല്ല സീറ്റ് കിട്ടേണ്ടത്, കാശ് എത്രയെങ്കിലും കൊടുക്കലല്ല, മറിച്ച് ആ കാശ് കൊണ്ട് നാളെ വന്നിട്ട് തികയുന്നില്ല എന്ന് പറയുന്ന ഒരു റാക്കറ്റിന്റെ കയ്യിൽ അകപ്പെട്ടതിന് ശേഷം മാതാവിനെ തല്ലിക്കൊല്ലുന്ന, വെട്ടിക്കൊല്ലുന്ന, അല്ലെങ്കിൽ പിതാവിന്റെ മുഖത്ത് നോക്കി നിങ്ങളല്ല പിതാവെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ചെറുപ്പക്കാരെ മാറ്റുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല.
അതുകൊണ്ട് തന്നെ പള്ളിയുണ്ടോ, ആ രൂപത്തിൽ ധാർമ്മികമായ മേഖലയിൽ വളരാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ടോ, ചുറ്റുപാടുകളുണ്ടോ, കൂട്ടുകെട്ട് ആരെങ്കിലൊക്കെ ആകട്ടെ, 4 പേരുണ്ടെങ്കിൽ 5-ാമനായാലും ഞാനും ചേർന്നു, അല്ലെങ്കിൽ എന്റെ മോനെ ചേർത്തി പറയുമ്പോ ആ 4 പേരുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് നമ്മൾ പഠിക്കണം. 5 നേരം നിസ്കരിക്കുന്ന മകൻ, തലയിൽ തട്ടമിടുന്ന മകൾ, ഉമ്മ പറഞ്ഞാൽ അനുസരിക്കുന്ന മകൾ, ഉമ്മ പറഞ്ഞാൽ വാപ്പ പറഞ്ഞാൽ അംഗീകരിക്കുന്ന മകൻ, 2 മാസം ജൂൺ ജൂലൈ മാസം കോളേജ് ക്യാമ്പസിൽ പോയി പഠിച്ച് തിരിച്ചു വരുമ്പോ ഓഗസ്റ്റിലെത്തുമ്പോൾ അത് രണ്ടും മുഴുവൻ കൈപിടിയിൽ പോകുന്ന അവസ്ഥയുണ്ടാകുന്നു. ഇത് കാരണം എന്നറിയോ? ഇസ്ലാം അതിന്റെ താത്വികമായ പ്രാവർത്തികമായ രംഗത്ത് പഠിപ്പിക്കപ്പെട്ട നിസ്കാരം ഒരു 10 വക്ത് പോയിട്ട് 1 വക്ത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ എന്റെ ഗുണം അറിയാൻ പറ്റും. പതിവായി നിസ്കരിക്കുന്ന നമ്മളിൽ പല ആൾക്കാരും ഒരു നേരമെങ്ങാനും സുബഹി നമസ്കാരം നഷ്ടപ്പെട്ടു പോയാൽ അന്നത്തെ ദിവസത്തിന്റെ അവസ്ഥ എന്താ? കംപ്ലീറ്റ് ഫാൾട്ടായിരിക്കും. എന്നാൽ ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ചത് ഒരു നേരത്തെ നിസ്കാരം പോയാൽ ഒരു ദിവസം ഒരു ആയുഷ്കാലം മുഴുവൻ പോയി പോകും. കാരണം എന്തറിയോ? കൂട്ടുകെട്ടിനിടയിൽ നിന്ന് അവനെ വ്യതിരക്തമാക്കുന്നത് നമ്മളെ പോലെ അല്ലല്ലോ. അവൻ പടിഞ്ഞാട്ട് നിസ്കരിക്കുന്നവരാണ്, ഒരു ക്വാളിറ്റി ഉണ്ടാവും. ഏതെങ്കിലും ഒരു സമയത്ത് തെറ്റിപ്പോയാൽ അവനും നമ്മോടൊപ്പം നിൽക്കുമെന്നൊരു ധാരണ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നീട് ഏതെങ്കിലുമൊക്കെ വീക്കെൻഡുകളിൽ കുപ്പിപ്പൊട്ടിക്കുന്നതിന്റെ കൂടെ സൽക്കാരത്തിന്റെ കൂടെ അവനെ കിട്ടുമെന്ന ധാരണയുണ്ടാകും. അതുകൊണ്ട് നമസ്കാരം നിലനിർത്തണം. നിസ്കരിക്കുന്നതുകൊണ്ടൊക്കെ മാറുമോ? നിസ്കാരം കൊണ്ടെല്ലാം തീരുമോ എന്ന് ചോദിക്കുന്നവരല്ലേ? തീരുമെന്നാണ് അല്ലാഹു ഗ്യാരണ്ടി നൽകുന്നത്. പരിശുദ്ധ ഖുർആനിൽ 29-ാം അധ്യായം സൂറത്ത് അൻകബൂത്തിലെ 45-ാമത്തെ ആയത്തിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു പറയാ, ഇന്നസ്സലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. തീർച്ചയായും നിസ്കാരം എന്ന് പറഞ്ഞാൽ നീചമായ വൃത്തിയിൽ നിന്നും നിഷിദ്ധമായ കാര്യത്തിൽ നിന്നും മനുഷ്യന്റെ മനസ്സിനെ തടയാൻ ഉപകരിക്കുന്ന ഇബാദത്താണ്. അതെപ്പോഴും മാറ്റിവെച്ചോ അതോടുകൂടി അവന്റെ മനസ്സിലേക്ക് ഇതൊക്കെ ഓടിയെത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ കരാറ് വളരെ കൃത്യമായി പാലിക്കാനും ഉപയോഗപ്പെടുത്താനും ഞാനും നിങ്ങളും ഒക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ഇടയിൽ നമ്മുടെ മക്കൾ പെടുമ്പോ അവർ മനുഷ്യരല്ലാതെയായി പോകുന്നു എന്നൊരവസ്ഥ ഇന്നുണ്ട്. അതിന്റെ പരിഹാരം എന്താ? അവിടെയും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്നെയാണ് മാതൃക. മക്കൾക്ക് വേണ്ടി സമ്പത്ത് ചെലവഴിക്കുമ്പോ, സീറ്റ് വാങ്ങുമ്പോ, ഹോസ്റ്റലിൽ ചേർക്കുമ്പോ, യൂണിഫോം വാങ്ങുമ്പോ, ഡ്രസ്സ് വാങ്ങുമ്പോ, അതിന് ബാഗും സംവിധാനം ഒക്കെ വാങ്ങുമ്പോ ഒരു പ്രാർത്ഥനകളോട് പ്രാർത്ഥിക്കാറുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ച, അള്ളാഹുവേ, ജനങ്ങളുമായൊരു നല്ല ബന്ധമുണ്ടാകാൻ, ജനങ്ങളുമായി ഇണക്കമുണ്ടാകാൻ പറ്റുന്ന ഒരു സംവിധാനം, സാഹചര്യം, ചുറ്റുപാട് എന്റെ മക്കൾക്ക് നീ ഉണ്ടാക്കി കൊടുക്കണമേ റബ്ബേ. ഇൻ കേസ് അവരെങ്ങാനും ഒന്ന് ട്രാക്ക് മാറിയാൽ, കാൽ ഇടറിയാൽ, കണ്ണു തെറ്റിയാൽ അരുതെന്ന് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ചുറ്റുപാടിൽ ഉണ്ടാകുമെങ്കിൽ ഒരു മനുഷ്യന്റെ മകനും വൃത്തിഹീനനാവുകയില്ല. ഒരു മകളും മറ്റൊരു അസാൻമാർഗികമായ പ്രവർത്തനത്തിലേക്ക് പോവുകയില്ല. അത്തരമൊരു അന്തരീക്ഷം ഉണ്ടാകാൻ, ജീവിതമുണ്ടാകാൻ, പര്യവസാനം നന്നാക്കാൻ ഓരോരുത്തരും പരിശ്രമിച്ചെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. അങ്ങനെ പരിശ്രമിക്കുന്നവർക്കാണ് നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോക വസതി നന്നാക്കി വെച്ചിട്ടുള്ളത്. പരിശുദ്ധ ഖുർആനിലെ 28-ാം അധ്യായം സൂറത്തുൽ ഖസസിലെ 83-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുക, തിൽക്കദ്ദാറുൽ ആഖിറ, ആ പരലോക വസതിയുണ്ടല്ലോ, അത് നജ്അലുഹാ, നാം തയ്യാർ ചെയ്തു വെച്ചിട്ടുള്ളത്, ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി, ഭൂമിയിൽ ഒരു ഔന്നത്യം നടിക്കാത്തവരും വലാ ഫസാദൻ, കുഴപ്പം ആഗ്രഹിക്കാത്തവരുമായ ആളുകൾക്കാണ്. വൽ ആഖിബത്തുൽ മുത്തഖീൻ, ശുഭകരമായ പര്യവസാനം മുത്തഖീങ്ങളായ ആളുകൾക്കാണ്. അപ്പോൾ ഒരു പരിഹാരമാർഗം കൂടി അവിടെ പറയുകയാണ്. ലോകത്ത് എന്ത് പ്രതിസന്ധികളുണ്ടോ, എന്ത് പ്രയാസങ്ങളുണ്ടോ, ആ പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഒക്കെ പരിഹാരമായി ഇസ്ലാമിനെ നിർദ്ദേശിക്കാനുള്ളത് തഖ്വയാണ്. ആ തഖ്വ എവിടെയുണ്ടോ മനുഷ്യൻ ഒരിക്കലും വൃത്തിഹീനനാകുകയില്ല. ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ എവിടെയായിരുന്നാലും തഖ്വയുള്ളവനായി തീരുക. അതോടുകൂടി നിന്നിലുള്ള എല്ലാവിധ ശൈത്വാനിയത്വം, പൈശാചികമായ അവസ്ഥയും ഇല്ലാതായി തീരുകയും ഒരു മനുഷ്യനായി മാറാൻ ആവശ്യമായ സൂക്ഷ്മതാബോധം ഉണ്ടായി തീരുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരമൊരു നല്ല സൂക്ഷ്മതാബോധമുള്ള ജനവിഭാഗത്തെ സൃഷ്ടിച്ചെടുക്കുന്നതിന് നേതൃത്വം നൽകുവാനും വല്ല അപാകതകളും സംഭവിച്ചു പോയെങ്കിൽ അത് മുഴുവൻ തിരുത്താനും അള്ളാഹുവിന്റെ ദീൻ കൃത്യമായ രൂപത്തിൽ മനസ്സിലാക്കാനും ഉതകുന്ന ഒരു യുവ സമൂഹത്തിന്റെ സൃഷ്ടിക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിലുള്ള
ബോധവൽക്കരണം നടത്തുക. അല്ലാഹുവിന്റെ തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഫഅഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഇന്നൽ ഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബിഹിൽ ഫായിസീന ബിറല്ലാഹ്. യാ ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ സാനിയൻ ബിത്തഖ്വല്ലാഹ്. സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. റജബ് മാസത്തിന്റെ അവസാന ഘട്ടത്തിലേക്കാണ് മുസ്ലിം ഉമ്മത്ത് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ 27ാമത്തെ ദിവസത്തിന് മിഅ്റാജ് ഡേ അല്ലെങ്കിൽ മിഅ്റാജ് ദിനം എന്ന് ആരൊക്കെയോ നാമകരണം ചെയ്തിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു മിഅ്റാജ് ദിനം കൊണ്ടാടിയിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ പ്രധാനപ്പെട്ട 2 വ്യക്തിത്വങ്ങളാണ്. ഒന്ന് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ, മറ്റൊന്ന് എളാപ്പ അബൂ ത്വാലിബ്. ഇത്രയധികം താങ്ങും തണലുമായ മറ്റു 2 പേരുമില്ല. അവർ 2 പേരും ഹിജ്റയുടെ 3 വർഷം മുൻപ് ഒരേ വർഷത്തിൽ മരണപ്പെടുകയാണ്. അതിനെ ഇസ്ലാം ആമുൽ ഹിസ്ൻ, ദുഃഖത്തിന്റെ വർഷം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയധികം സങ്കടപ്പെട്ട, പ്രയാസപ്പെട്ട മറ്റൊരു സന്ദർഭവും ഉണ്ടായിട്ടില്ല. ആ വർഷത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ എന്ന് തുടങ്ങുന്ന ഇസ്രാ, വേഗതയിൽ പോവുക എന്നും, മിഅ്റാജ്, ആകാശത്തേക്ക് കയറി പോവുക എന്നുള്ള സംവിധാനം 2 മുൻപ് ഞാൻ സംസാരിച്ചതുകൊണ്ട് അങ്ങോട്ട് കടന്നു പോകുന്നില്ല. അത് നടന്നത് ഏത് മാസത്തിലാണ്, ഏത് ദിവസത്തിലാണ് എന്ന് ക്ലിപ്തമല്ല. അത്തോളം അഭിപ്രായ ഭിന്നതകൾ ഉണ്ട് എന്ന് ഞാനന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ റജബ് മാസത്തിൽ 27ാമത്തെ ദിവസം നോമ്പെടുത്താൽ 60 വർഷത്തെ പ്രതിഫലം ലഭിക്കും. ഒരായുഷ്കാലം മുഴുവൻ അയാൾക്ക് അമൽ ചെയ്ത കൂലി കിട്ടും, സ്വർഗത്തിൽ പോകും എന്നിങ്ങനെ തുടങ്ങി ഒരുപാട് കള്ളത്തരങ്ങൾ, കള്ളക്കഥകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്നതായിട്ട് കാണാൻ പറ്റും. 3 കാര്യങ്ങളാണ് ആ ഒരു സംഭവത്തിൽ ഇസ്ലാമിക വിരുദ്ധമായിട്ടുള്ളത്. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല. ഉണ്ടെങ്കിൽ ഒരു മാസത്തിൽ 4 ആഴ്ച എന്ന് വിചാരിച്ചോ, 4 ആഴ്ച ആണെങ്കിൽ 8 ദിവസം തിങ്കളും വ്യാഴവും, 3 ദിവസം അയ്യാമുൽ ബീദ് 13, 14, 15, ഇങ്ങനെ 8, 3, 11. ഇനി അതല്ല 5 ആഴ്ച ഉണ്ടെങ്കിലോ അത് കൂട്ടത്തിൽ ഒരു 2 ദിവസം കൂടി കൂട്ടിയാൽ 13 ദിവസം അല്ലെങ്കിൽ 11 ദിവസം. ഒരു മാസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി നോമ്പ് പിടിക്കാറുണ്ട്. റമളാനിൽ ദുൽഹജ്ജിലും ഒക്കെ ഒഴിവാക്കിയാൽ ബാക്കിയുള്ള മാസങ്ങളിലൊക്കെ. എന്നാൽ അവിടെ എവിടെയെങ്കിലും റസൂലുള്ളാഹി ആ സംഭവം ഇസ്രാ മിഅ്റാജ് കഴിഞ്ഞിട്ട് 10 വർഷത്തോളം മദീനത്ത് ജീവിച്ചിട്ടുണ്ട്. ആ 10 വർഷം ജീവിച്ചതിന്റെ ഇടയിൽ എത്ര റജബ് മാസം കഴിഞ്ഞു പോയിട്ടുണ്ടോ? ഒരൊറ്റ റജബിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുത്തിട്ടില്ല. റജബ് 27 കേട്ടോ. ആ റജബിൽ തിങ്കളാഴ്ച എടുക്കാറുണ്ട്, വ്യാഴാഴ്ച എടുക്കാറുണ്ട്, അയ്യാമുൽ ബീദ് എടുക്കാറുണ്ട് എന്നല്ലാതെ റജബ് 27 പ്രത്യേകമായിട്ടൊരു നോമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിടിച്ചിട്ടില്ല, എടുക്കാൻ പറഞ്ഞിട്ടില്ല, ഉമ്മത്തിനെ പഠിപ്പിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം 4 ഖലീഫമാരും ഏകദേശം 30 വർഷം ഖിലാഫത്ത് നടത്തി, ഇസ്ലാമിക ഭരണം നടത്തി. അവരുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരാള് പോലും റജബ് 27 പ്രത്യേകമായൊരു നോമ്പ് പിടിച്ചിട്ടില്ല. അവിടുന്ന് ഇങ്ങോട്ട് 4 ഇമാമുമാര്, അഇമ്മത്തുൽ അർബഅ, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം മാലിക്, ഇമാം ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി, ഇവരുടെ ജീവിതത്തിൽ ഒന്നും റജബ് മാസം 27 ഒരു സവിശേഷതയും ഒരു കിതാബിൽ കാണാൻ കഴിയില്ല. പിന്നെ ഉള്ളതോ ഇമാം ഗസാലി പറഞ്ഞു, ഇമാം ഷാഫി പറഞ്ഞു, അല്ല ഉന്നയിലുണ്ട് എന്നൊക്കെ പറയാന്നല്ലാതെ അതിലൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റജബ് മാസം 27 നോമ്പ് പിടിച്ചൊന്നും കാണാൻ കഴിയില്ല. പിന്നെ മുസ്ലിം സമൂഹത്തിന്റെ ഇടയിലേക്ക് എങ്ങനെ വന്നു?
തിങ്കളാഴ്ച നോമ്പ് പിടിക്കാത്തവർ, വ്യാഴാഴ്ച നോമ്പ് പിടിക്കാത്തവർ, ഓരോ മാസവും 13, 14, 15 നോമ്പ് പിടിക്കാത്തവർ, റജബിന് മാത്രം പ്രത്യേകമായി ഒരു സവിശേഷതയുണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ ഒന്നാമത്തെ കുറ്റം ചെയ്യുന്നത് പഠിപ്പിക്കാത്ത, പറയാത്ത റസൂലിന്റെ പേരിൽ പച്ചക്കള്ളം പറഞ്ഞു എന്നുള്ളതാണ്. മറ്റൊന്ന്, അവരവരുടെ മക്കളിലൂടെ ഈ ഒരു ബിദ്അത്ത് എന്നൊരു സംവിധാനം വളർത്തിയെടുക്കുന്നു എന്നുള്ളതാണ്. ഒരു ബിദ്അത്ത് സമൂഹത്തിൽ വളർത്തിയെടുത്താൽ അത് ശിർക്കിനേക്കാൾ അപകടകരമായ, അല്ലെങ്കിൽ ഹറാമിനേക്കാൾ അപകടകരമായ അവസ്ഥയുണ്ടാകുമെന്നുള്ളതും നിസ്തർക്കമാണ്. അപ്പൊ അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലാത്ത, പറഞ്ഞിട്ടില്ലാത്ത, ഖലീഫമാർക്ക് പരിചയം ഇല്ലാത്ത 4 ഇമാമുമാർ അവരുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും നിർവഹിച്ചിട്ടില്ലാത്ത ഒരു ശുദ്ധമായ ബിദ്അത്ത് മാത്രമാണ് മിഅ്റാജ് നോമ്പ് എന്നുള്ളത്. അത് മനസ്സിലാക്കുക, അത് കൃത്യമായി നമ്മുടെ വീടുകളിൽ നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക, അത്തരം കാര്യങ്ങൾ നിർവഹിക്കുന്നവരോട് ബോധവൽക്കരണം നടത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനുൽ ഇസ്ലാമിൽ എന്തൊക്കെയാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, സുന്നത്തായ നോമ്പ്, സുന്നത്തായ നിസ്കാരങ്ങൾ തുടങ്ങിയ കാര്യങ്ങളുണ്ട് എങ്കിൽ അവ നിർവഹിക്കുവാൻ ആവശ്യമായ ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉം നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ ശിർക്ക് ബിദ്അത്തുകളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. മാനുഷികമായി വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ അല്ലാഹു പുറത്ത് മാപ്പാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ട നമ്മുടെ സഹോദരി സഹോദരന്മാർ, പേര് പറയാതെ നമുക്കൊക്കെ അറിയാവുന്ന പല ആളുകൾ ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ട് മരണപ്പെട്ടു. അല്ലാഹു അവർക്കൊക്കെയും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. രോഗികളായ വീടുകളിലും ആശുപത്രികളിലും കഴിഞ്ഞു കൂടുന്നവർക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ആഫിയത്തും ദീർഘായുസ് നൽകി അല്ലാഹു അവരെയും നമ്മയും അനുഗ്രഹിക്കട്ടെ. അവരവന്റെ കാര്യങ്ങൾ പരസഹായം ഇല്ലാതെ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താഖത്തും ആഫിയത്തും അല്ലാഹു എല്ലാവർക്കും എല്ലായ്പ്പോഴും നൽകി അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള ജീവിതം നയിക്കുവാനും ജീവിതാന്ത്യം വരെ മുത്തഖീകളായി ജീവിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയം വരെ ആ തഖ്വയോടുകൂടി ജീവിക്കുവാനും മരണസമയത്തുണ്ടാകുന്ന വിഷമങ്ങളും ബേജാറും വെപ്രാളവും വേദനയും മാറ്റിവെച്ച് അഫ്ദൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോടുകൂടി പറഞ്ഞ് കലിമ ചൊല്ലാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും ഖൈറും ബറക്കത്തും നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ദുആയ്ക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അല്ലാഹു ഹസനാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ. നാളെ പാരത്രികമായ ലോകത്ത് അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ് സാലിഹുകളും സിദ്ദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖനാ അദാബൻ നാർ ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.